യുഎയിൽ വ്യോമാക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ അമേരിക്കൻ പൗരന്മാർക്ക് അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ ഇറാൻ-അമേരിക്ക സംഘർഷം ശക്തമാകുന്നതോടെയാണ് മിസൈൽ ഡ്രോൺ ആക്രമണ സാധ്യത മുൻനിർത്തി എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. യുഎയിൽ വ്യോമാക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്കൻ എംബസി അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. മേഖലയിൽ ഇറാൻ-അമേരിക്ക സംഘർഷം ശക്തമാക്കുന്നതിനിടെയാണ് മിസൈൽ ഡ്രോൺ ആക്രമണ സാധ്യത മുൻനിർത്തി എംബസി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചത്. അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണമെന്നും ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവ ശേഖരിച്ചു വെക്കണമെന്നുമാണ് എംബസി നൽകുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം യുഎഇ ആഭ്യന്തര മന്ത്രാലയം മൊബൈൽ ഫോണുകൾ വഴി പൊതുജനങ്ങൾക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിന് പിന്നാലെയാണ് അമേരിക്കൻ മിഷന്റെ ഔദ്യോഗിക പ്രതികരണവും വരുന്നത്. നിലവിൽ യാത്രാ മുന്നറിയിപ്പ് ലെവൽ 3 ആയി തുടരുകയാണെങ്കിലും അത്യാവശ്യക്കാരല്ലാത്ത ജീവനക്കാരെ യുഎഇയിൽ നിന്ന് മാറ്റിയതായും വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും എംബസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സ്വയം പ്രതിരോധം എന്നാണ് ഇറാൻ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി തങ്ങൾക്ക് ശത്രുതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും അമേരിക്ക-ഇസ്രായേൽ സഖ്യത്തിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് യുഎഇ പ്രദേശങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഫെബ്രുവരിയിൽ ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നീക്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ സംഘർഷം പാരമ്യത്തിലെത്തി നിൽക്കുകയുമാണ്. അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളിൽ 3 പേർക്ക് നിസ്സാര പരിക്കേറ്റതായ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്നാൽ ഏത് തരത്തിലുള്ള ഭീഷണികളെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നാണ് യുഎഇ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചത്. താമസക്കാർ ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും ജാഗ്രത കൈവിടരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ദീർഘകാല അഭയസ്ഥാനങ്ങളിൽ കഴിയേണ്ടി വന്നാൽ ആവശ്യമായ ഭക്ഷണവും മരുന്നും കരുതണം. ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ജനാലകൾ, ഗ്ലാസ് വാതിലുകൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കണം. ഫോണുകൾ എപ്പോഴും ചാർജ് ചെയ്ത് സൂക്ഷിക്കണം. ഔദ്യോഗിക വാർത്താവിനിമയങ്ങൾ മാത്രം വിശ്വസിക്കണം. മേഖലയിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.